ചേർത്തല പട്ടണത്തിന് 5 കിലോമീറ്റർ തെക്ക് തിരുവിഴ ഗ്രാമത്തിലെ ഏറെ പ്രശസ്തമായ ശിവക്ഷേത്രമാണ് തിരുവിഴ മഹാദേവ ക്ഷേത്രം. നീലകണ്ഠ ഭാവത്തിലാണ് ഇവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സ്വയംഭൂവാണ് വിഗ്രഹം. മീനമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആറാട്ടോടുകൂടി നടത്തിവരുന്ന 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ഗണപതി, മഹാവിഷ്ണു, അയ്യപ്പൻ, യക്ഷിയമ്മ, അറുകൊല, നാഗദൈവങ്ങൾ, കാപ്പിരി മുത്തപ്പൻ തുടങ്ങിയ ഉപദേവതകളുമുണ്ട്. കാപ്പിരിത്തറ ചുറ്റുമതിലിന് പുറത്താണ്. അവിടെ ക്ഷേത്രോത്പത്തിക്ക് കാരണമായി തീർന്ന ഉള്ളാട സ്ത്രീയുടെ ആത്മാവിനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ സ്ത്രീ ഉപജീവനത്തിന് വേണ്ടി ആമയെ പിടിച്ചിരുന്നു. ആമയെ പിടിക്കുന്ന കോൽ തട്ടി അവിടെ അന്നുണ്ടായിരുന്ന കുളത്തിൽ കിടന്ന ഒരു ശിലയിൽ നിന്നും രക്തമൊഴുകിയതാണ് പരമേശ്വര സാന്നിധ്യം തിരിച്ചറിയാൻ കാരണമായി തീർന്നത്. ആ കുളം നികത്തിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. കൈവിഷദോഷം അകറ്റുന്നതിന് പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. നിരവധി ഭക്തർ ഈ ദോഷപരിഹാരാർത്ഥം ദിനംപ്രതി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ഇവിടെ മാത്രം വളരുന്ന ഒരു പ്രത്യേകതരം ചെടിയിൽ നിന്നും ഉണ്ടാക്കുന്ന മരുന്നാണ് ഈ ദോഷപരിഹാരത്തിന് ഭക്തർക്ക് നൽകി വരുന്നത്. മരുന്നു സേവിക്കുവാനായി എത്തുന്നവർ തലേ ദിവസം ദീപാരാധനയ്ക്ക് മുൻപേ തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും രാത്രിയിൽ നടക്കുന്ന നാഗയക്ഷി ഗുരുതിയിൽ പങ്കെടുത്ത് പ്രസാദം കഴിക്കുകയും വേണം. അതിനു പുറമെ ഇവർ പാലിക്കേണ്ടതായ ചില ചിട്ടകൾ കൂടിയുണ്ട്. 3 ദിവസം മുൻപ് ലഹരി പദാർത്ഥങ്ങളും മറ്റും ഒഴിവാക്കണം. ഗർഭിണികൾ ഈ മരുന്ന് കഴിക്കാൻ പാടുള്ളതല്ല. പിന്നീട് പിറ്റേ ദിവസം പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് മേൽശാന്തി മരുന്ന് കൊടുക്കുക. ഈ മരുന്ന് കഴിച്ച് ക്ഷേത്ര പ്രദക്ഷിണം നടത്തണം. അതിനുശേഷം ക്ഷേത്രത്തിലെ പടച്ചോറ് കഴിക്കുകയും വേണം. മരുന്ന് സേവിക്കുന്നതിനായി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഭക്തർ എത്തിച്ചേരുന്നുണ്ട്. അവർക്ക് താമസിക്കുന്നതിനായി പ്രത്യേക സൗകര്യം ക്ഷേത്രം ഒരുക്കിയിട്ടുമുണ്ട്. എന്നാൽ മരുന്നു സേവ പഴയകാല ബുദ്ധമത ശേഷിപ്പാണെന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് തിരുവിഴ ക്ഷേത്രം ഒരു ബുദ്ധ ക്ഷേത്രമായിരിക്കാം എന്നവർ വിശ്വസിക്കുന്നു.